വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദ ടെക് ബ്രോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സ്മാർട്ട് വാച്ചാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 1399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ബോക്സിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു ബില്ലാണ്. അതിൻ്റെ തന്നിരിക്കുന്ന ബിൽ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആണ്. വാച്ച് എന്ന് പറയുന്നത് ബോട്ടാണ്. ലൂണർ ഓർബി എന്ന ഒരു മോഡൽ. മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ളൊരു ബ്രാൻഡിങ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബോക്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ ബോട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ബ്ലൂടൂത്ത് ക്ലോണിംഗ് 3.68 സെൻറ്റിമീറ്റർ AMOLED ഡിസ്പ്ലേ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് പോകുമ്പോൾ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, വാച്ച് ഫേസ് സ്റ്റുഡിയോ, 7+ ആക്റ്റീവ് മോഡ്സ്, റെഡ് ബ്ലഡ്, ഓക്സിജൻ മോണിറ്ററിങ് എന്നുള്ള ഡീറ്റെയിൽസ്, എനർജി, സ്ലീപ്പ് സ്കോറൊക്കെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. IP67 ഒക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസും മ്യൂസിക്, ക്യാമറ കൺട്രോൾസ് കാര്യങ്ങൾ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീൽ അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ തന്നെ അവിടെ സീലും കൊടുത്തിട്ടുണ്ട്. അവർ ബോട്ടിൻ്റെ പേരൊക്കെ നൽകി ഒരു സ്റ്റിക്കറും സീലും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും സീൽ നമ്മൾ പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലോക്കും കൂടെ നമുക്ക് തുറക്കാനുണ്ടായിരുന്നു, അതും കൂടെ തുറന്നു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ വലിക്കുന്ന സമയത്ത് നമുക്ക് കാണാം വാച്ച് അടിയിലായിരുന്നു ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ബോക്സ് തിരിച്ചു വെച്ചു. അങ്ങനെ നമുക്ക് അവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നത് ബോട്ട് സ്മാർട്ട് വാച്ച് എന്നുള്ളൊരു സ്റ്റിക്കറോടെ കൊടുക്കുന്ന വാച്ചിനെയാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് എങ്ങനെയാണെങ്കിലും എടുക്കാൻ വരുന്നില്ല. അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളൊരു മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വലിയ കാര്യത്തിൽ മനസ്സിലായുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിൽ പിടിച്ച് വലിച്ചപ്പോൾ അത് ഓപ്പൺ ആയി വന്നു. അപ്പോൾ അവിടെ നമുക്ക് കുറേ അതിൻ്റെ ബുക്ക്ലെറ്റ്സും മാഗ്നറ്റിക് ചാർജിങ് കേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റേഴ്സ് 30-40 ഒരു സെൻറ്റിമീറ്റർ ലെന്തുള്ള ഒരു കേബിളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ഇന്നത്തെ പോലെ ബോട്ടിൻ്റെ ഒരേപോലത്തെ സാധനങ്ങളാണ്. പിന്നെ കുറേ ഡോക്യുമെൻറ്റേഷൻസ്, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറേ എണ്ണം അങ്ങനെ നൽകിയിട്ടുണ്ട്. അവരുടെ താങ്ക് യു കാർഡ് ഫോർ പർച്ചേസിങ് ദിസ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർഡുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ബുക്ക്ലെറ്റ്, അതിനകത്ത് അവരുടെ ഡീറ്റെയിൽസ്, സ്റ്റിക്കേഴ്സാണ് കൂടുതൽ നൽകിയിരിക്കുന്നത്. കുറേ കോമിക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വാച്ച് നമുക്ക് കാണാം. വാച്ചിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വാച്ച്. അപ്പോൾ നമുക്ക് വാച്ച് കാണാം. അപ്പം നമുക്ക് മെറ്റൽ സ്ട്രാപ്പുള്ള വാച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റ് വെച്ചാണ് അവർ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നോക്കിയത്. അപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ വലിയ പെർഫോമൻസ് ഫീൽ ചെയ്തിട്ടില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബെറ്റർ വാച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ പൊളിക്കാം. സ്റ്റിക്കർ പൊളിച്ച് നമുക്ക് സ്ക്രാച്ചസ് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തി ഇറ്റ്സ് ഗുഡ്, ലുക്കിംഗ് ഗുഡ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ പവർ ഓൺ ചെയ്തു. ബോട്ട് പവേർഡ് ബൈ എന്നുള്ള ഇതൊക്കെ വന്നു. വാച്ച് സ്ക്രീൻസൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആദ്യം ഉണ്ടായിരുന്ന ഡിഫാൾട്ട് ഉണ്ടായിരുന്നത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തത്. അത് തന്നെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റുഡിയോയിൽ കയറി എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താം. നമ്മുടെ ഇമേജസ് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ പിന്നെ എന്ത് ഡയൽസ് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡിയോ പോയി സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക,